ഞാൻ മാത്രം മാറിയിട്ട് സമൂഹത്തിന് എന്ത് നേട്ടം? പലരും ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നൂറാം കുരങ്ങൻ പ്രഭാവം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: 100th monkey phenomenon. Collective change begins with individual transformation. നൂറാം കുരങ്ങൻ പ്രതിഭാസം. നൂറാം കുരങ്ങൻ പ്രതിഭാസം ഒരു സമൂഹത്തിൽ കുറെ അധികം ആളുകൾ ഒരു പുതിയ ശീലമോ ബോധമോ സ്വീകരിക്കുവാൻ സമൂഹം മുഴുവൻ അതിനോട് കൂടുതൽ സ്വീകരണശേഷി കാണിക്കുമെന്ന ആശയത്തിന്റെ പ്രതീകമാണ്. ഇത് തൽക്ഷണ ജൈവ വിവര കൈമാറ്റത്തിന്റെ തെളിവല്ലെങ്കിലും വ്യക്തിപരമായ മാറ്റങ്ങൾ കൂട്ടായ പരിവർത്തനത്തിന് വഴിയൊരുക്കുന്നു എന്ന സത്യത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ മനുഷ്യന്റെയും ബോധമാറ്റം സമൂഹത്തിന്റെ ഭാവിയെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സമൂഹത്തില് മാറ്റമുണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം സാമൂഹ്യ പ്രവർത്തകർക്കിടയിലുണ്ട്. അതേപോലെ വ്യക്തി എന്ന രീതിയിലുള്ള മാറ്റം സമൂഹവുമായിട്ട് ബന്ധമില്ലാതെ പോകുന്നതാണ് എന്ന് കരുതുന്നവരുമുണ്ട്. ഇവിടെയാണ് ഈ നൂറാം കുരങ്ങൻ പ്രഭാവം എന്നുള്ള ആ ഒരു പ്രതിഭാസത്തിന്റെ പ്രസക്തി. ഒരു ശീലം കൂട്ടായ ബോധത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യക്തികളുടെ ശീലങ്ങൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നു, ശരിയല്ലേ? ഒരു വ്യക്തി എങ്ങനെയാണോ പെരുമാറുന്നത് അത് മറ്റൊരു വ്യക്തി അത് പിന്തുടരുന്നുവെങ്കിൽ, ഒന്നിലധികം വ്യക്തികൾ അതിലേക്ക് മാറുന്നുവെങ്കിൽ അതൊരു സംസ്കാരമായിട്ട് ഒരു സമൂഹത്തെ മാറ്റപ്പെടും, അല്ലെ? ഒരാളുടെ മാറ്റം, ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഒരു സന്ദേശമായിട്ട് അവതരിപ്പിച്ചാൽ അത് കണ്ടു നിൽക്കും. നമ്മുടെ സമീപത്തുള്ള ചിലർക്കെങ്കിലും അതിൽ ഒരു സ്വാധീനമുണ്ടാവും. അപ്പോ ശീലം എന്നുള്ളത് ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നത് മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തിക്കും വ്യക്തിപരമായ ശീലങ്ങളുണ്ട്. പക്ഷെ ആ ശീലങ്ങൾ ചേർന്നുകൊണ്ടുള്ള പെരുമാറ്റങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കും. നമ്മൾ ഒളിമ്പസിൽ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഒരു വലിയ ബോധവ്യവസ്ഥയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിന്റെ കോശമാണ് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അവിടെ ഈ നൂറാം കുരങ്ങൻ പ്രതിഭാസം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നൂറാം കുരങ്ങൻ പ്രതിഭാസം അഡ്രസ് ചെയ്യുന്നതാണ് ഒരു പുതിയ ശീലം ഒരു കൂട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ അതൊരു കൂട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ അത് ശീലിക്കുന്നു. ഇപ്പോ കാപ്പി കുടിക്കുന്നത്, ഒരാൾ കാപ്പി കുടിച്ചു തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ കാപ്പി എന്നുള്ളത് പിന്നെ സർവ്വവ്യാപകമായിട്ടുള്ള ഒരു പാനീയമായിട്ടും മാറി. ഒരുപാട് പേർ കാപ്പി കുടിച്ചു, അല്ലെങ്കിൽ ഒരുപാട് പേര് അതിന് തത്തുല്യമായിട്ടുള്ള ചായ കുടിച്ചു. ഒരു ഘട്ടത്തില് അതൊരു കൂട്ടായ മാതൃകയായിട്ട് മാറും. മാതൃക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത്. അനുകരിക്കാവുന്ന നല്ല കാര്യം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. കൂടുതൽ പേർ അനുകരിക്കാൻ സാധ്യതയുള്ള ഒന്ന് എന്നുള്ള രീതിയിൽ വേണം മാതൃകയെ എടുക്കാൻ. അല്ലെങ്കിൽ അതൊരു പ്രവർത്തന പാറ്റേൺ എന്ന രീതിയിൽ നമ്മൾ മോഡൽ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. സമൂഹം പുതിയ ശീലങ്ങളെ എളുപ്പത്തിൽ സ്വീകരിക്കും. ഇപ്പൊ നമ്മൾ ഈ ആധുനിക കാലത്ത് കണ്ടിട്ടുണ്ടോ പുതിയ ട്രെൻഡുകളെല്ലാം തന്നെ പുതിയ ശീലങ്ങളിലേക്ക് ആളുകൾ എത്തിക്കാനാണ്. അത് കൂട്ടായ പരിവർത്തനത്തിന്റെ ഒരു പ്രതീകമാണ്. ഇപ്പോ നാളെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഏത് തരത്തിലെ വസ്ത്രം ധരിക്കണമെന്ന് വസ്ത്ര നിർമ്മാണ ഇൻഡസ്ട്രി 2-3 കൊല്ലം മുമ്പ് തന്നെ അത് നിർണയിച്ച് അക്കാര്യത്തില് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി അത് കമ്പനികൾക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ് വസ്ത്ര നിർമ്മാണത്തില് ഒരു വളരെ ആഴത്തിൽ ബിസിനസ് എല്ലാം ചെയ്തിരുന്ന നമ്മുടെ വർഗീസേട്ടൻ തന്നെ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വരാൻ പോകുന്ന ട്രെൻഡിന്റെ രൂപരേഖകൾ കമ്പനികൾക്ക് എത്തുമത്ര.
അപ്പോ ഇതിനെ ആധാരമാക്കിയിട്ടാണ് ഇവിടുത്തെ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരുന്നത്. നമ്മൾ നാളെ ഇവിടെ എന്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോ ആ ഒരു ട്രെൻഡ് മേക്കിംഗ് എന്നുള്ളത് കുറച്ചു പേരുടെ മനസ്സിന്റെ താല്പര്യത്തിലേക്ക് ഇട്ടുകൊടുക്കുക. പിന്നെ അതിനുള്ള ഇപ്പോ കോസ്റ്റ്യൂം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളാണെങ്കിൽ അത് അവരുടെ മുന്നിൽ അവൈലബിൾ ആക്കി കൊടുക്കുക. കുറച്ചുപേര് ആ പുതിയ ശീലത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. കുറച്ചുപേർ അത് സ്വീകരിക്കുമ്പോൾ ബാക്കി എല്ലാവരും തന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് എടുത്തുകൊണ്ടുപോകും. ഇവിടെയാണ് ജാപ്പനീസ് ശാസ്ത്രജ്ഞന്മാര് അവിടുത്തെ ദ്വീപിൽ നടത്തിയ ഒരു പരീക്ഷണം പ്രസക്തമാകുന്നത്. ഈ മധുരക്കിഴങ്ങ് പോലുള്ള ഒരു കിഴങ്ങ്, മധുരക്കിഴങ്ങ് തന്നെയാണെന്ന് തോന്നുന്നു. മധുരക്കിഴങ്ങ് കുരങ്ങന്മാര് എടുക്കുന്നു, കഴിക്കുന്നു. ഇത് ജപ്പാന്റെ പരിസരത്തുള്ള ഒരു ദ്വീപില് ജീവികളില് ഉണ്ടായിരുന്നതാണ്. അപ്പൊ അവരുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച്, അവരുടെ ശീലങ്ങളെ കുറിച്ച്, ശീല മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവരെ ഇത് കഴുകി കഴിക്കുന്ന, കടലിന്റെ അടുത്താണല്ലോ, അപ്പൊ ഇത് കഴുകി കഴിക്കുന്ന ഒരു ശീലം കുരങ്ങന്മാർക്കിടയിൽ പഠിപ്പിക്കപ്പെട്ടു. അവരെ ട്രെയിൻ ചെയ്തു, പതുക്കെ ട്രെയിൻ ചെയ്തു. ഈ ശീലം എന്ത് എന്ന് നിരീക്ഷിക്കുന്നതിലൂടെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ശീലം ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കപ്പെട്ടെങ്കിലും പിന്നീട് ആ ശീലം എന്നുള്ളത് അനുകരിക്കപ്പെട്ടു. കുരങ്ങന്മാർക്കിടയിൽ അത് അനുകരിക്കപ്പെട്ടു. ആ ദ്വീപിലെ എല്ലാ കുരങ്ങന്മാരും അങ്ങനെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് അതിങ്ങനെ ആ ദിശയിലേക്ക് തിരിയാൻ തുടങ്ങി. അങ്ങനെ 100ഓളം കുരങ്ങന്മാർ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയപ്പോ അടുത്ത ദ്വീപിലെ, ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു ദ്വീപിലെ കുരങ്ങന്മാരും ഇതേ ശീലം തന്നെ അനുവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ 100 മങ്കി ഫിനോമിനയുടെ പ്രത്യേകത. ഇതൊരു കഥയായിട്ട് നമുക്കിപ്പോൾ എടുക്കാം. അവിടെ പരീക്ഷണം നടന്നു എന്നാണ് പറയുന്നത്. എല്ലാ ശാസ്ത്ര പരീക്ഷണങ്ങളുടെയും കഥകളാണല്ലോ നമ്മൾ പഠിക്കാറ്, എന്നിട്ടാണല്ലോ അത് സത്യമാണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ എന്താണെങ്കിലും ഇതിനെ ഈ കഥയെ നമുക്ക് അതുപോലെ തന്നെ ഒരു ശാസ്ത്രീയ പരീക്ഷണം എന്നുള്ള രീതിയിൽ എടുക്കാം. ഇത് പിന്നീട് ഒരു സാമൂഹിക ഉപമയായിട്ട്, സാമൂഹിക മാതൃകയായിട്ട് മാറി. സത്യത്തിൽ ശാസ്ത്രീയമായിട്ട് ഇതിലെ എല്ലാ അവകാശവാദങ്ങളും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എങ്കിലും സാമൂഹ്യ പഠനത്തിൽ ഇതിന് വല്ലാതെ പ്രസക്തി ഉണ്ടായി വന്നു. പലപ്പോഴും ട്രെൻഡുകൾ ഉണ്ടാവുന്നത് എല്ലാം ഏത് തരത്തിലാണ്, സാമൂഹിക മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ബോധ്യപ്പെടാൻ ഇത് കാരണമായി, അല്ലെങ്കിൽ ആ വഴിക്ക് ശ്രദ്ധ തിരിക്കാൻ കാരണമായി. ഇവിടെയാണ് ഈ എപ്പിജെനറ്റിക്സ് പോലുള്ള ശാസ്ത്ര സങ്കേതങ്ങളുടെ, ശാസ്ത്ര സമീപനങ്ങളുടെ ഒരു പ്രാധാന്യം. നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ജനിതക ഘടനയെ, ജനിതക പ്രകടനത്തെ സ്വാധീനിക്കാം എന്നുള്ളത് എപ്പിജെനറ്റിക്സ് പറയുന്നു. അപ്പോ നമ്മൾ നിരന്തരമായ ഒരു അനുഭവത്തിലൂടെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ പ്രകടനത്തെ ബാധിക്കും. അത് പതുക്കെ തലമുറകളിലേക്ക് കൈമാറപ്പെടും. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ശീലിച്ചിട്ടില്ല. നമ്മൾ ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആബിദൊഴികെ ബാക്കി ആരും മൊബൈലൊന്നും ജനിച്ച കാലം മുതൽ കണ്ടിട്ടില്ല. നമ്മളൊക്കെ ജനിച്ചു വന്നതിന് ശേഷമാണ് മൊബൈൽ എന്നുള്ള ഉപകരണം ഉപയോഗിച്ച് തുടങ്ങി. അപ്പൊ ആദ്യം അതിന്റെ ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തിരുന്ന് വർത്താനം പറയില്ല, നടന്ന് വർത്താനം പറയും. കുട്ടികൾ അതിനനുകരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികളും മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഒരിടത്ത് ഇരിക്കില്ല. ഉടനെ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കടന്ന് അവര് ഈ ബ്രോക്കർമാര് സംസാരിക്കാനായിട്ടില്ലേ, ബ്രോക്കർമാര് സംസാരിക്കാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെയിലത്ത് നിൽക്കുന്നവരെ തണലത്തേക്ക് വിളിക്കും, തണലത്ത് നിൽക്കുന്നവരെ വെയിലത്തേക്ക് വിളിക്കും, പൊക്കത്ത് നിൽക്കുന്നവരെ താഴത്തേക്ക് വിളിക്കും, താഴത്തുള്ളവരെ പൊക്കത്തേക്ക് വിളിക്കും. ഇവരുടെ രീതി അതാ. ഇതുപോലെ അവര് ഒരിടത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കും, മാറി പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ പണ്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ ഒരിടത്ത് ഇരുന്ന് സംസാരിച്ചാൽ കുട്ടികൾ ഈ രീതി അനുവർത്തിക്കുന്നു. ഇപ്പൊ സ്വിച്ചിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. സ്വിച്ച് എന്നുള്ള സംഭവം, ഒരു അമ്മൂമ്മ ജനിച്ചതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം സ്വിച്ച് നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ കൺമുമ്പിലാണ് സ്വിച്ച് എന്നുള്ള സംഭവം അവരുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ശരിയാണ്. ഇപ്പോഴും അവർക്ക് സ്വിച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനെയുള്ളപ്പോ ഒരു സ്വിച്ച് കണ്ടാൽ സ്വിച്ച് ആണെന്ന് മനസ്സിലാക്കാൻ പോലും ചില ആളുകൾക്ക് അറിയില്ല. അങ്ങനെയുള്ളപ്പോ ജനിച്ചു വരുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് ഒന്നും കാണണ്ട. ഒരു മൊബൈൽ ഫോണിന്റെ ബട്ടൺ അല്ലെങ്കിൽ ഒരു ഐക്കോൺ
കണ്ടു കഴിഞ്ഞാൽ ആ ഐക്കോൺ ടച്ച് ചെയ്യാനും സ്ക്രോൾ ചെയ്യാനുള്ളതാണെന്ന് അവർക്ക് പെട്ടെന്ന് അറിയാം. 1-2 തവണ കാണുന്നത് കൊണ്ടുണ്ടാവുന്നതല്ല, അവരുടെ ഉള്ളിൽ എംബെഡഡ് ആണ് ആ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോ പരിസരത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ആ പരിസരത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളുടെ പ്രതികരണ ശേഷിയെ മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പലതരം പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഈ പരോക്ഷ ജൈവ സ്വാധീനങ്ങൾ, നമ്മൾ നേരിട്ടല്ലാതെ ഇപ്പൊ ഒരാളുടെ മുന്നിൽ ആശയം പ്രകടിപ്പിച്ച് അവരുടെ ഉള്ളിൽ ആ ശീലം ഉണ്ടാക്കാനുള്ള പ്രേരണ നൽകിയത് കൊണ്ട് അവർ മാറുക എന്നുള്ളതല്ല, പരോക്ഷമായിട്ടുള്ള ജൈവ സ്വാധീനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതില് ഈ അറിവ് നിലനിൽപ്പില് ഒരു ജീവിക്ക് ഇങ്ങനെ ഒരു ധാരണയുണ്ടായി, അതുകൊണ്ട് മറ്റൊരു ജീവിയിലേക്ക് ഈ അറിവ് നിലനിൽപ്പിൽ കൈകാര്യം ചെയ്യുമെന്ന് അങ്ങനെ ഒരു തെളിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു സമൂഹത്തിൽ മൊത്തം ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ട്രെൻഡ് ബാക്കിയുള്ളവരിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ പല വിധത്തിൽ കണ്ടിട്ടുള്ളത്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കണ്ടിട്ടുള്ളത്. ഇപ്പോ കൊറോണ വന്നു കഴിഞ്ഞപ്പോ ഒരു സാധ്യതയും ഇല്ലാത്ത ആളുകൾക്കൊക്കെ കൊറോണ വന്നു. എന്തുകൊണ്ടാണ് വന്നത്? യഥാർത്ഥത്തിൽ കൊറോണ എന്നുള്ളത് അത്ര വ്യാപകമായിട്ട് വരുന്ന ഒന്നാണോ? അല്ല. അത് സാമൂഹ്യ മനസ്സിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ആൽഗോരിതമാണ്. കുട്ടികൾ ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്ന ആ വിധത്തിലാണ്. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഏത് സാങ്കേതിക വിദ്യ, ഇപ്പോ പുതിയ ചില ആപ്പുകൾ, പുതിയ ചില ട്രെൻഡുകൾ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ആദ്യം ടിക്ടോക്ക് അങ്ങാണ്ട് വന്നു, പിന്നെ അതിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറി, നിലനിൽപ്പിലാണ് മാറുന്നത്. ഈ ഇപ്പോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സാധനം വന്നിട്ടുണ്ട്. ഇതില് എങ്ങനെയാണ്? ആ ട്രെൻഡാണ്. വളരെ പെട്ടെന്ന് പുതിയ സങ്കേതങ്ങൾ കുട്ടികൾ സ്വായത്തമാക്കും. ഇത് ഏതെങ്കിലും ഒരു കാരണത്താൽ മാത്രം സംഭവിക്കുന്നതല്ല. അത് മൊത്തത്തില് ഈ സമൂഹത്തിൽ മൊത്തത്തിലുണ്ടാവുന്ന മാറ്റം അവരിൽ അറിഞ്ഞോ അറിയാതെയോ പ്രേരിപ്പിക്കപ്പെടുന്നു. അറിഞ്ഞ് പ്രേരിപ്പിക്കപ്പെടുന്ന നമുക്ക് മനസ്സിലാവും, അറിയാതെ തന്നെ അത് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് കുടുംബ പരിസരത്തിനായിക്കോട്ടെ, സമൂഹത്തിന്റെ രൂപത്തിലായിക്കോട്ടെ, അവർ നടത്തുന്ന പഠനങ്ങളായിക്കോട്ടെ, അവര് കാണുന്ന മീഡിയ ആയിക്കോട്ടെ, ഇതെല്ലാം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ മനുഷ്യ മസ്തിഷ്കത്തിന് വളരെ പെട്ടെന്ന് അനുരൂപപ്പെടാനുള്ള ശേഷിയുണ്ട്. ഈ ശേഷി പുതിയ കാര്യങ്ങളോട് വളരെ പെട്ടെന്ന് അനുരൂപപ്പെടും. ഇപ്പോ വീട്ടിലെ അച്ഛനമ്മയൊക്കെ വീടിനെ എല്ലാം വൃത്തിയാക്കി വെക്കുകയും അടുക്കി പെറുക്കി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇതിന്റെ ഇടയിലാണ് വളരുന്നത്. പക്ഷെ ഇത് അവർക്ക് അത്ര പെട്ടെന്ന് ബാധിക്കില്ല. കാരണം അത് പുതിയതല്ല, നിരന്തരമായി ചെയ്യുന്നതാണ്. എന്നാൽ പുതിയൊരു കാര്യമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ പെട്ടെന്ന്, അത് വീട്ടിനകത്ത് ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. അല്ലെ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് പോകുമ്പോൾ ആ ചിട്ട തെറ്റിക്കുന്ന പരിപാടി അവർ വെളിയിൽ നിന്നും അവര് സ്വായത്തമാക്കും. പുതിയ സാഹചര്യങ്ങളോട് ഇണങ്ങുക എന്നുള്ളത് മനുഷ്യന്റെ സഹജശേഷിയാണ്. അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ സഹജ ശേഷിയാണ്. ഈ കൂട്ടായ ബോധമുണ്ടല്ലോ, കൂട്ടായ ബോധം, അതായത് കൂടുതൽ ആളുകൾ ഒരു ആശയം സ്വീകരിക്കുന്ന സമയത്ത് അതൊരു സംസ്കാരമായിട്ട് മാറും. പുതിയ ചിന്തകൾ സമൂഹത്തിൽ വളരെ വേഗത്തിൽ വ്യാപിക്കും. സമൂഹമാണെങ്കിൽ പുതിയ മാതൃകകളെ സ്വീകരിക്കാൻ ഭയങ്കര പെട്ടെന്ന് സജ്ജമാവുകയും ചെയ്യും. അതാണ് ഈ സോഷ്യൽ മീഡിയയിലെ പല പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നത്, പുതിയ ട്രെൻഡുകൾ വരുന്നത്. ഇടക്കാലത്ത് ഏതൊരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കറുത്ത വേഷം താടിയൊക്കെ ഇട്ടിട്ട് നടക്കാൻ തുടങ്ങി. ആ ട്രെൻഡുകൾ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്നത് കൂട്ടായ ബോധത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അത് സാമൂഹിക പരിവർത്തനത്തിനെ ബാധിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും ഈ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും മാറ്റം വലിയ ഒരു പരിവർത്തനത്തിന് വഴിയൊരുക്കുന്നുണ്ട്. വ്യക്തിയുടെ പരിവർത്തനമാണ് സമൂഹ പരിവർത്തനത്തിന്റെ വിത്ത് എന്നാണ് ഒളിമ്പസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വ്യക്തിയിലെ മാറ്റം ഈ വിധമാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഈ 100 മങ്കി ഫിനോമിനൻ എന്ന് പറയുന്ന ആ ഒന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇക്കോ സൈക്കോളജി വെച്ചിട്ട് നമുക്ക് ഓറാങ്ങുട്ടാൻ പ്രതിഭാസത്തെ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊന്നല്ല നമ്മൾ പഠിച്ചതാണല്ലേ. മനുഷ്യൻ ഈ പ്രകൃതി എന്നുള്ള സംവിധാനത്തിന്റെ ഒരു കോശമാണ്. സമൂഹം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ നമുക്ക് തൊട്ടുമുകളിലുള്ള ഘട്ടമാണ് സമൂഹം. സമൂഹം എന്നുള്ള സംവിധാനത്തിന്റെ ഒരു അവയവമാണ് മനുഷ്യൻ. ഒരു സമൂഹത്തിൽ കുറച്ചു പേരിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, അത് അവരിൽ ബോധമാറ്റം ഉണ്ടെങ്കിൽ അത് പരിസരത്തെ സ്വാധീനിക്കുന്നു. ഒരു ജീവി ജീവിക്കുന്നത് അവന്റെ പരിസരത്താണ്. പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻവയോൺമെന്റ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള സ്ഥലം, നമ്മുടെ ചുറ്റുമുള്ള മരം, ഇങ്ങനെയൊക്കെ ചേർത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന അതല്ല, അത് നിൽക്കുന്ന ഒരു മണ്ഡലം. ഇപ്പൊ ഒരു മീൻ കടലിൽ നിൽക്കുകയാണെങ്കിൽ ആ കടലിൽ മീൻ നിൽക്കുന്ന മണ്ഡലമാണ് പരിസരം എന്ന് പറയുന്നത്.
അതായത് അവന്റെ പ്രവർത്തന മണ്ഡലമാണ്, അവന്റെ ക്വാണ്ടം മണ്ഡലമാണ്. ഈ മണ്ഡലത്തില് സമൂഹം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ മണ്ഡലത്തെ ബാധിക്കുമല്ലോ. ആ മണ്ഡലത്തിൽ ജീവിക്കുന്ന സർവ്വ ജീവജാലങ്ങളെയും അത് സ്വാധീനിക്കും. അപ്പോ കൂട്ടായ ശീലങ്ങൾ എന്നുള്ളത് പുതിയ ജീവിത രീതികൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോ കൂട്ടായ ശീലം എന്ന് പറയുന്നത് ഒരു വലിയ മണ്ഡലത്തെ സൃഷ്ടിക്കും. ആ മണ്ഡലത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അത് സ്വാധീനിക്കും. ഇപ്പോ പരിസ്ഥിതി എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞു, പരിസ്ഥിതി നമ്മളെ സംരക്ഷിക്കേണ്ട, നമ്മളെ സംരക്ഷിക്കേണ്ടതുണ്ട്, പരിസ്ഥിതിയോട് ഇണചേർന്ന് പോകണം എന്നുള്ളത്. ഇത് വ്യക്തിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം എന്താ, എങ്ങനെ നമുക്ക് സിവിക് സെൻസ് കുറവാണ്. നമ്മുടെ ഇന്ത്യക്കാർക്ക് സിവിക് സെൻസ്, പൊതുബോധം എന്നുള്ള സംഭവം കുറവാണ്. എന്റെ ജീവിതത്തിലുള്ള എന്റെ വീട് ക്ലീൻ ആണ്, അതുകൊണ്ട് വീട്ടിലെ വേസ്റ്റ് ഞാൻ റോഡിന്റെ മതിലിന്റെ വെളിയിൽ കൊണ്ടിടും. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലെല്ലാം വേസ്റ്റ് വല്ലവിടെയും കൊണ്ടിടും. നമുക്ക് ഈ നല്ല ശീലങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഈ ആർഷഭാരത സംസ്കാരം പറയുകയും നമ്മൾ ഇങ്ങനെ നമ്മുടെ നാട് ഉദാത്തമാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഇത് നാടിന്റെ പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നാടിന്റെ പ്രശ്നമല്ല, ഇത് സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. നമ്മളിവിടെ വളർത്തിക്കൊണ്ടുവന്ന മതങ്ങളുടെയും ഒക്കെ സംസ്കാരത്തിന്റെയും ഈ കൺസ്യൂമറിസത്തിലേക്ക് ചെന്ന് വീണതിന്റെയും ഒക്കെ പ്രശ്നമാണ്. ഇത് നമ്മുടെ നാട്ടിലെങ്ങും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക് വാങ്ങിച്ചു കഴിഞ്ഞാൽ റോഡിൽ ഇടാതിരിക്കാൻ തോന്നില്ല. നമ്മുടെ ഒരു വേസ്റ്റ് റോഡിൽ കളയാൻ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കളയാൻ, അന്യന്റെ പറമ്പിൽ കളയാൻ നമുക്ക് മടിയുണ്ടാവില്ല. കാരണം എന്താ, അതൊരു ട്രെൻഡായിട്ട് നിൽക്കുക. അതിന്റെ മണ്ഡലത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പുതിയ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്, അവർക്ക് ഇതെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഇതെല്ലാം വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥ അവരുടെ തലയിൽ കയറിയിട്ടില്ല. ഹരിതകർമ്മസേനയുടെ ആ പ്രവർത്തനത്തിലൂടെ നമ്മൾ ശരിക്കും ഉണ്ടാക്കുന്ന ട്രെൻഡ് മേക്കിംഗ് ആണ്. പക്ഷെ അവിടെ ഒരു ക്രമപ്പെടുത്തിയ ഒരവസ്ഥ, ഇതെല്ലാം ക്രമപ്പെടുത്തിയ ഒരു അവസ്ഥ സമൂഹത്തിൽ എവിടെയൊക്കെയോ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഴയ ശീലമായിട്ട് അത് മാറിയത്. അതുകൊണ്ടാണ് പുതിയ ശീലമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. എന്താണെങ്കിലും അതിലൂടെ നമ്മൾ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹരിതകർമ്മസേനയുടെ കാര്യത്തിലാണെങ്കിലും ശരി, റോഡില് ഇപ്പൊ റോഡ് റേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അവരുടെ സ്വാതന്ത്ര്യത്തെ, അവരുടെ ആവശ്യത്തെ നമ്മൾ പരിഗണിക്കില്ല. ഞാൻ ഓവർടേക്ക് ചെയ്ത് പോകും, സിഗ്നലിൽ നിർത്തുമ്പോൾ ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റി മുമ്പിൽ കൊണ്ട് നിർത്തും. ഞാൻ മറ്റുള്ളവരെ ഓവർടേക്ക് ചെയ്ത് പോകും. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞാൻ വരി നിൽക്കുക എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല എന്നുള്ളതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്, ഇത് ക്രമം തെറ്റിക്കാനുള്ള ട്രെൻഡാണ്. ആ ട്രെൻഡിൽ വളരെയധികം സ്വാധീനമുണ്ട്. ക്രമത്തിലുള്ള ട്രെൻഡില്ലേ, അത് പഴയതാണ്. അതിൽ നിന്നും മാറി നിൽക്കാനാണ് നമുക്ക് ശ്രമം. അപ്പൊ ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നൂറാംഗവർഗം പ്രഭാവം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഒളിമ്പസ് ഇതിനെ കാണുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ നൂറാംകുരങ്ങൻ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു ജൈവ സിദ്ധാന്തം മാത്രമല്ല, അത് ഒരു കൂട്ടായ പാറ്റേൺ മാറ്റത്തിന്റെ പ്രതീകമാണ്. കുറച്ചാളുകളുടെ ബോധപരിവർത്തനം സമൂഹത്തെ മാറ്റാൻ കഴിയും. അത് പരിവർത്തനം ഉണ്ടാകുന്ന സമയത്ത് അത് പരിവർത്തനത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. ഇപ്പൊ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ആശയം നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഇത് നമ്മളിൽ അത് നടപ്പിലാക്കി തുടങ്ങിയാൽ അത് കണ്ടിട്ട് രണ്ടുപേരെങ്കിലും മാറും. ഇത് ഒരു സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഒരു വലിയ പരിവർത്തന വ്യവസ്ഥയായിട്ട് മാറും. ഓരോ മനുഷ്യരും ഈ വലിയ ജീവവ്യവസ്ഥയുടെ ഭാഗമാണല്ലോ. അവൻ ആ മണ്ഡലത്തിലാണല്ലോ ജീവിക്കുന്നത്, ഇതിന്റെ പ്രവർത്തന മണ്ഡലത്തിലാണല്ലോ ജീവിക്കുന്നത്. ആ കോശം മാറുന്ന സമയത്ത് ശരീരം മാറും. മനുഷ്യനൊരു കോശമാണ്. അപ്പോ മനുഷ്യൻ മാറുമ്പോൾ സമൂഹം മാറും. ഇതാണ് അതിന്റെ അടിസ്ഥാന അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത് ഓരോ ശീലവും ഒരു സാമൂഹിക വിത്താണ്. അതൊരു ഒരു സീഡാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ ആ സീഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളർന്നൊരു കാടായി മാറും. വ്യക്തിപരമായ മാറ്റങ്ങൾ കൂട്ടായ മാറ്റങ്ങൾക്ക് തുടക്കമുണ്ട്. നല്ല ശീലങ്ങൾ നമ്മൾ പുതുതായി തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സമൂഹത്തെ രൂപപ്പെടുത്തും. ചെറിയ ബോധമാറ്റങ്ങൾ മതി വലിയ പരിവർത്തനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ ലോകത്തെ മാറ്റാനുള്ള ആദ്യ ചുവടെന്ന് പറയുന്നത് സ്വയം മാറുക എന്നുള്ളതാണെന്നാണ് നമ്മളിവിടെ സൂചിപ്പിച്ചു വന്നത്. അതുകൊണ്ട് ഈ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങളാണ് മാറേണ്ടത്. നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടായാൽ നിങ്ങളുടെ അയൽപക്കത്ത് മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ അയൽപക്കത്ത് മാറ്റം ഉണ്ടായാൽ നിങ്ങളുടെ ഗ്രാമത്തിൽ മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ ഗ്രാമത്തിൽ മാറ്റമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ മൊത്തത്തിൽ അത് വ്യാപിക്കും.
അത് ഒരു രാഷ്ട്രത്തിന്റെ തന്നെ ഈ ഭൗമ സംവിധാനത്തിന്, ഈ ലോകമെമ്പാടും ഒന്നാകുന്ന ഒരു മഹാരാഷ്ട്രത്തിന്റെ മാറ്റത്തിന് തന്നെ കാരണമാകും. അപ്പൊ അത് തുടങ്ങേണ്ടത് എവിടെയാണ്? നമ്മളിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ജീവിതത്തിലാണ്, നമ്മുടെ ജീവിത പദ്ധതിയിലാണ്. ഈ മാറ്റം സ്വായത്തമാക്കാൻ നിങ്ങളും തയ്യാറാവുക എന്ന് അർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.